നമസ്തേ. അപ്പോൾ ഞാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു ഈവനിങ് വ്ളോഗായിട്ട് എടുക്കുന്നത്. നാളെ ഇവിടെ കരോൾ സർവീസാണ്. സോ ഇവിടുത്തെ ക്രിസ്മസ് നല്ല ഒരു സെലിബ്രേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ്, അതായത് കരോൾ സോങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകുന്നതാണ് ശരിക്കും പറയുന്നത് എൻ്റെ വീഡിയോ. അത് മാത്രമല്ല, ഈ വീഡിയോയിലൂടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഹൈദരാബാദിൽ വന്ന വീഡിയോ ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് അടുത്ത് ഇത് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൈദരാബാദിലോട്ടൊക്കെ വരുന്ന വീഡിയോസൊക്കെ പിന്നെ ഇടാം. ഒരുപാട് ആൾക്കാരെ മെസ്സേജൊക്കെ ചോദിച്ചായിരുന്നു, എങ്ങനെയുണ്ട് ഹൈദരാബാദ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ. സോ നാളത്തെ കരോളും സ്പെഷ്യലായിട്ട് ഇടാം. ഞാൻ വിചാരിച്ചു തമ്മിലുള്ള ഫസ്റ്റ് ഒരുമിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് തന്നെയാണ് ഇതും. ഒലിവറിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാക്ടീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വരുന്നത്. സോ അവിടെയായിട്ട് പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഡിന്നറൊക്കെ അവിടെ തന്നെ ആയിരിക്കും. ഒരു ബേബിയെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാലോ, എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ഇവിടെ ക്യാരി ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബേബിയെ സേഫായിട്ട് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് അവന് ടവലെടുക്കണം. നൈറ്റിൻ്റെ ഫുഡും കൂടെ ഒരുപാട് എടുത്ത് വെക്കണം. പക്ഷെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ഒക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് 3 നേരം തന്നെയാണ് അവൻ്റെ ഫുഡുകളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു നൈറ്റിൻ്റെ ഫുഡ് എപ്പോഴും ഒരു 7-8 മണിയോടെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഇപ്പോൾ ആയിട്ടില്ല. ഇപ്പം കൊടുത്തു കഴിഞ്ഞാലും ഇനി ആൾക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വിശക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്പെൻസറിലാണ് കേട്ടോ അവരുടെ ഫുഡ് എടുക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് ഡിസ്പെൻസർ. ഞാൻ വീനിങ്ങിൻ്റെ വീഡിയോയിൽ ഡിസ്പെൻസർ കാണിച്ചിട്ടില്ല, കാരണം ആ വീനിങ്ങിൻ്റെ വീഡിയോ വന്നിട്ട് ജസ്റ്റ് ബേസിക്കായിട്ട് വാങ്ങേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് അത്യാവശ്യമല്ല, പക്ഷേ ട്രാവൽ ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഡിസ്പെൻസർ. ട്രാവൽ എസെൻഷ്യലായിട്ട് ബേബിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ എന്തായാലും ഓൾറെഡി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫോർമുല മാത്രം എന്തായാലും നൈറ്റിന് പറ്റത്തില്ല, ഒരു ഫുഡായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുഡ് എടുക്കുന്നത്. ഇപ്പോൾ ബേബിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടോടെ. അപ്പോൾ ഞാൻ അവൻ എടുത്തു വെച്ചിരിക്കുന്നത് ഏത്തക്കാപ്പൊടിയാണ്. ഏത്തക്കാപ്പൊടി ആകുമ്പോൾ നല്ല ഇതാണ്, പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. മാത്രമല്ല അവന് ഡൈജഷനൊന്നും വലിയ പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ ഈ ഡിസ്പെൻസർ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാട്ടോ വരുന്നത്. 3 നേരത്തെ ഫുഡ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത്ര എമൗണ്ട് ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്, ആ ഒരു അളവാണ് 3ലും നമ്മളെടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഒലിവറിന് ഇപ്പോൾ സിംഗിൾ ടൈമിൽ ഫുഡാണ് കൊണ്ടുപോകുന്നത്. ഏത്തക്കയാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. എത്ര എമൗണ്ട് ഓഫ് പൊടിയാണ് നമ്മളെ കുട്ടി കഴിക്കുന്നതെന്ന് എടുത്ത് വെക്കുക. പ്രസൻ്റ്ലി അവനിപ്പോൾ 3 സ്പൂൺ ഏത്തക്കയാണ് നൈറ്റിന് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ബേബീസ് കഴിക്കുന്ന അളവ് നമുക്കറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുത്ത് വെക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഡിറ്റാച്ചബിൾ ഫണലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫണലിലൂടെ നമ്മളെ കൈയും ടച്ച് ആവാതെ സ്പൂണിൻ്റെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് നല്ല സ്റ്റെറൈൽ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ പൊടി നമുക്ക് എടുക്കാൻ പറ്റും. എടുത്ത പൊടിക്കനുസരിച്ചിട്ടുള്ള മധുരവും സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യേണ്ട ബൗളും അതിൻ്റെ സ്പൂണും ചെയ്യുന്ന ഫേസ് ടവൽ, ബിബ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഓൾറെഡി ഡയപ്പർ ബാഗിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ട്രീയും ലൈറ്റും സ്റ്റോറും എല്ലാം ഡെക്കറേറ്റ് ചെയ്തതിന് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയൊക്കെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ അല്ലാണ്ട് തന്നെ കാണാം. ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, റിയൽ ആയിട്ട് തന്നെ ഫുൾ